വെൽക്കം ടു ഐഷസ് അക്കാഡമി. ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ മാനേജ്മെന്റ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത്. അപ്പൊ അതിനൊരു ചെറിയൊരു ഡെഫിനിഷൻ ഞാൻ പറയുന്നുണ്ട്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഗെറ്റിംഗ് the objective of the organization accomplished through and with the people. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺലി അറിയാവുന്ന ഒരു ഡെഫിനിഷൻ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആർട്ട് സയൻസ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് മറ്റുള്ളവരെ കൊണ്ട് അക്കംപ്ലിഷ് ചെയ്ത് എടുക്കുക, അല്ലെ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡെഫിനിഷൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, മെൻഷൻ ദ റോൾ ഓഫ് മാനേജേഴ്സ്. മാനേജേഴ്സിന്റെ റോളുകൾ എന്താണ്? അതിൽ ഏതെങ്കിലും 2 റോൾ അറിയാമെങ്കിൽ 2 മാർക്സിന് ചോദിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആൻസർ കൊടുത്തേക്കുന്നത് ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻഫോർമേഷണൽ റോൾ. അപ്പോൾ മാനേജറിന്റെ പ്രധാനപ്പെട്ട റോൾസ് ഏതൊക്കെയാണ്? ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻഫോർമേഷണൽ റോൾ ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത് പറയുന്നു വാട്ട് ഈസ് ടൈം സ്റ്റഡി. എന്താണ് ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മൂവ്മെന്റ്സ് വിച്ച് ടേക്സ് എ മിനിമം ടൈം. അതായത് ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി അക്കംപ്ലിഷ് ചെയ്യാൻ എടുക്കുന്ന മിനിമം ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ മിനിമം ടൈം കണ്ടുപിടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി അക്കംപ്ലിഷ് ചെയ്യാൻ എടുക്കുന്ന മിനിമം ടൈമിനെയാണ്, ആ ടൈം അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് വാട്ട് ഈസ് മോഷൻ സ്റ്റഡി. എന്താണ് മോഷൻ സ്റ്റഡി? ടൈലർ ആണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സജസ്റ്റ് ചെയ്തത്. ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്ഫുൾ മൂവ്മെന്റ്സ് ആൻഡ് പെർഫോമിംഗ് ഓൺലി നെസസറി മൂവ്മെന്റ്സ്, ഇറ്റ് ഈസ് കോൾഡ് മോഷൻ സ്റ്റഡി. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, ഇപ്പൊ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു? അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നു. ആ ടാസ്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു മൂവ്മെന്റ്സ് മാത്രം ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോഷൻ സ്റ്റഡി. അപ്പൊ ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ സ്പെസിഫിക് ടാസ്ക് എന്നാണ് വരേണ്ടത്. മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ എന്താണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള അക്കംപ്ലിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെന്റ് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോഷൻ സ്റ്റഡി. അപ്പൊ ആവശ്യമില്ലാത്ത മൂവ്മെന്റ്സ് ഒഴിവാക്കുമ്പോൾ അത്രയും കോസ്റ്റ് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് what is authority? Authority നമുക്കറിയാം എന്താണ്? Authority is the power given to a person to get work from his subordinates. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പവർ ആണ്, അല്ലെ? സബോർഡിനേറ്റ്സിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഒരു വ്യക്തിന്റെ പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം എന്താണ്? റെസ്പോൺസിബിലിറ്റി. നമുക്ക് എപ്പോഴും മാനേജ്മെന്റിൽ അറിയാം അതോറിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത് പറയുന്ന വാക്ക് എന്തായിരിക്കാം? റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Responsibility is the amount of work expected from a man by his superior. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എംപ്ലോയി അയാളുടെ സുപ്പീരിയറിന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുന്ന എമൗണ്ട് ഓഫ് വർക്ക്. ഇപ്പൊ ഞാനൊരു എംപ്ലോയി ആണ്, എന്റെ സുപ്പീരിയർ എനിക്ക് തരാൻ സാധ്യതയുള്ള വർക്ക്, അപ്പൊ അത് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടല്ലോ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? അടുത്ത് പറയുന്നു ഡിഫൈൻ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ഇൻ പ്ലാനിങ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ MPO എന്നായിരിക്കും കേട്ടോ തന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ എന്താണ് അതിന്റെ മീനിങ് എന്ന് നേരത്തെ പറഞ്ഞു, ഇനി ഞാൻ അതിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. MPO ഈസ് ഡിഫൈൻഡ് ആസ് എ കോംപ്രഹെൻസീവ് മാനേജീരിയൽ സിസ്റ്റം ദാറ്റ് ഇന്റഗ്രേറ്റ്സ് മെനി കീ മാനേജീരിയൽ ആക്ടിവിറ്റീസ്. അപ്പോൾ പല മാനേജീരിയൽ ആക്ടിവിറ്റീസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു മാനേജീരിയൽ സിസ്റ്റം ആണ് MPO എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ആക്ടിവിറ്റീസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ് ദി എഫിഷ്യന്റ് അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ മാനേജേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. MPO എന്ന് പറയുമ്പോൾ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് അവർ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ എന്തായിട്ട് കൊണ്ടുവരുന്നു? കോമൺ ഇൻട്രസ്റ്റ് ആയിട്ട്. ഒരു വ്യക്തിക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താക്കി കൊണ്ടുവരിക? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള തലത്തിലോട്ട് ഒരു വ്യക്തിയുടെ
പേഴ്സണൽ ഇൻട്രസ്റ്റിനെ കൊണ്ടുവന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, MBO അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നു, ഡിഫൈൻ ദ ടേം സ്കാലാർ ചെയിൻ. എന്താണ്? ദ ചെയിൻ ഓഫ് സൂപ്പർവൈസേഴ്സ് റേഞ്ചിങ് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു ബോട്ടം മാനേജ്മെന്റ് ഈസ് കോൾഡ് സ്കാലർ. അതായത് ഒരു അതോറിറ്റി ചെയിൻ ആണ്. അതായത് ടോപ്പ് മാനേജ്മെന്റിൽ നിന്നും ബോട്ടം ലെവലിലോട്ട് വരുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പവർ, അപ്പൊ അങ്ങനെ ആയിരിക്കുമല്ലോ, പവർ അങ്ങനെ ആയിരിക്കുമല്ലോ, ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവലിലോട്ടല്ലേ ഫ്ലോ ചെയ്ത് വരുന്നത്. ഈ ചെയിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഇതെല്ലാം കേട്ട് അടിപൊളിയായിട്ട് പഠിച്ചോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.